കൺസിസ്റ്റൻസിയിലുള്ള ഒരു പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത് അടുത്തത്. ഇഫ് ടി ഈസ് കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ദെൻ ഷോ ദാറ്റ് ടി സ്ക്വയർ ഈസ് ഓൾസോ എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കൺസിസ്റ്റൻസിയുടെ, അല്ലാതെ അതിൻ്റെ സഫിഷ്യൻറ്റ് കണ്ടീഷൻ അല്ല നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം എന്തായിരുന്നു കൺസിസ്റ്റൻസിയുടെ ഡെഫിനിഷൻ? അതായത് ഇഫ് ടി ഈസ് കൺസിസ്റ്റന്റ് ഫോർ തീറ്റ എന്ന് നമ്മൾ എപ്പോഴായിരുന്നു പറയുക? ടി ഈസ് കൺസിസ്റ്റന്റ് ഫോർ തീറ്റ വെൻ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സലോൺ. രണ്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഉണ്ടായിരുന്നു. ഞാൻ ലെസ് ദാൻ ആപ്സലോൺ ടെൻസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കൺസിസ്റ്റൻസി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പിന്നെ ഇതിൻ്റെ അർത്ഥം എന്തായിരുന്നു? നമ്മളെ എസ്റ്റിമേറ്ററും നമ്മളെ പാരാമീറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആപ്സലോൺ എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യ, വളരെ ചെറിയൊരു സംഖ്യേനെക്കാട്ടും കുറവാവാനുള്ള സാധ്യത എന്താണ്? 1ലേക്കാണ് പോകുന്നത്. വലിയ സാധ്യതയാണുള്ളത്. അതായത് ഇവർ രണ്ടാളും ഇൻ പ്രോബബിലിറ്റി അവർ അടുത്തടുത്ത് വരികയാണ് എന്നർത്ഥം. അതായത് നമ്മൾ പറഞ്ഞു ടി ടെൻസ് ടു തീറ്റ ഇൻ പ്രോബബിലിറ്റി, അങ്ങനെയാണ് ഇൻ പ്രോബബിലിറ്റി, ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം ടി കൺസിസ്റ്റന്റ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻ നമുക്ക് ഗിവൺ ആണ്. ഇനി എനിക്ക് എന്താ കാണിക്കേണ്ടത്? നമുക്ക് ഷോ ചെയ്യേണ്ടത് നമുക്ക് ടി സ്ക്വയർ ഇസ് കൺസിസ്റ്റന്റ് ഫോർ തീറ്റ സ്ക്വയർ ആണ്. അപ്പോൾ ഈ മെത്തേഡിൽ എന്താ പറയേണ്ടത്? ദറ്റ് ഈസ് പ്രോബബിലിറ്റി നമുക്ക് കാണിക്കണം. പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ, അതായത് ടി സ്ക്വയറും തീറ്റ സ്ക്വയറും തമ്മിലുള്ള ദൂരം ഒരു ആപ്സലോൺ, ഏതെങ്കിലും ഒരു ചെറിയ സംഖ്യ അതിനെക്കാട്ടും കുറവാവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് കാണിക്കണം? 1 ആണ് എന്ന് കാണിക്കണം. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കാണിക്കണം? ഇങ്ങനൊരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇങ്ങനൊരു എക്സ്പ്രഷൻ എനിക്ക് എഴുതാൻ കഴിഞ്ഞാൽ എനിക്ക് പറയാം ടി സ്ക്വയർ ഈസ് കൺസിസ്റ്റന്റ് ഫോർ തീറ്റ സ്ക്വയർ. കാരണം ടി സ്ക്വയറും തീറ്റ സ്ക്വയറുള്ള ഡിസ്റ്റൻസ് ആപ്സലോണെക്കാട്ടും കുറവാവാനുള്ള പ്രോബബിലിറ്റി 1ലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മളിനി ഇവിടെ വരുത്താൻ പോകുന്നത്. അതായത് ഈ എക്സ്പ്രഷനുള്ളിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഇവിടേക്ക് എത്തിക്കാൻ പോവുകയാണ്. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ മോഡുലസിനെ നമുക്ക് ഒഴിവാക്കുകയാണ്. അപ്പം മോഡുലസിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് വന്നാൽ മോഡുലസിനെ നമ്മൾ എങ്ങനെ ഒഴിവാക്കുക? -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് എഴുതിക്കൂടെ? മോഡുലസ് ഇല്ലാതെ. അതേപോലെ ഇവിടെ 2 എക്സിൻ്റെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? മോഡുലസ് ഓഫ് ടി മൈനസ് തീറ്റയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് മൈനസ് ആപ്സലോൺ, 2ൻ്റെ സ്ഥാനത്ത് ആപ്സലോൺ ആണ്. അപ്പം -2 ലെസ് ദാൻ എക്സ് എന്നുള്ള അവിടെ മൈനസ് ആപ്സലോൺ ലെസ് ദാൻ എക്സിൻ്റെ സ്ഥാനത്ത് വന്നത് ടി മൈനസ് തീറ്റ ലെസ് ദാൻ പ്ലസ് ആപ്സലോൺ ടെൻസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ കാര്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകും. നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത് ഇവിടെ മാത്രമാണ്, ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം ചെയ്തത് ആ മോഡുലസ് ഒഴിവാക്കി അല്ലേ. ഇനി ഞാൻ ടീനെ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് തീറ്റ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ മൈനസ് തീറ്റേനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണത്? ആഡിങ് ത്രൂ ഔട്ട് ബൈ തീറ്റ, ആഡിങ് ത്രൂ ഔട്ട് ബൈ തീറ്റ. ഈ എക്സ്പ്രഷനിൽ ഞാൻ കംപ്ലീറ്റ് തീറ്റ കൊണ്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ ടേമിനെയും 3 ടേമിനെയും തീറ്റ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പ്രോബബിലിറ്റി ഓഫ് തീറ്റ മൈനസ് ആപ്സലോൺ അല്ലേ. ഇവിടെ തീറ്റ ആണ്, തീറ്റ മൈനസ് ആപ്സലോൺ ലെസ് ദാൻ, ഇവിടെ തീറ്റ ആഡ് ചെയ്തപ്പോൾ എന്തായിപ്പോയി? മൈനസ് തീറ്റ പ്ലസ് തീറ്റ ആയിപ്പോയി അല്ലേ. അപ്പോൾ തീറ്റ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടി എന്ന് കിട്ടി. ലെസ് ദാൻ, ഇവിടെ തീറ്റ ആഡ് ചെയ്യുമ്പോൾ എന്തായി? തീറ്റ പ്ലസ് ആപ്സലോൺ ദാറ്റ് വിൽ ടെൻ ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഈ എക്സ്പ്രഷനിൽ 3 പേരെയും നമ്മൾ തീറ്റ ആഡ് ചെയ്തു. അതിൻ്റെ ഉദ്ദേശം ടീനെ ഒറ്റയ്ക്ക് കിട്ടണം. എനിക്ക് എന്ത് ചെയ്യണം? ടീനെ സ്ക്വയറൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ടീനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സ്പ്രഷനിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കൂടി അത് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് തീറ്റ മൈനസ് ആപ്സലോൺ ലെസ് ദാൻ ടി ലെസ് ദാൻ തീറ്റ പ്ലസ് ആപ്സലോൺ ടെൻസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ കണ്ടീഷൻ ഒരു മാറ്റമില്ല, അതങ്ങനെ പോവുകയാണ്. നമ്മളിതിൻ്റെ ഉള്ളിൽ മാത്രം ചില മാറ്റങ്ങൾ വരുത്തുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടി സ്ക്വയർ ആണ് വേണ്ടത്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കംപ്ലീറ്റ് ഈ സാധനത്തിന്
ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആളുകളെ സ്ക്വയർ ചെയ്യാൻ പോവാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരിക നോക്കുക, സ്ക്വയറിങ്. അപ്പോൾ എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് 3 ടേമിന് നമ്മൾ സ്ക്വയർ ചെയ്തു അല്ലേ. തീറ്റ മൈനസ് എപ്സിലോൺ സ്ക്വയർ ലെസ് ദാൻ ടി സ്ക്വയർ ലെസ് ദാൻ തീറ്റ പ്ലസ് എപ്സിലോൺ ഹോൾ സ്ക്വയർ ടെൻസ് ടു 1 as n tends to infinity. ഇവർക്കൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ്, ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണു, തീറ്റ സ്ക്വയർ പ്ലസ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ എപ്സിലോൺ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ലെസ് ദാൻ ടി സ്ക്വയർ ലെസ് ദാൻ, ഇയാൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക, തീറ്റ സ്ക്വയർ പ്ലസ് എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ എപ്സിലോൺ അല്ലേ, ടെൻസ് ടു 1 as n tends to infinity. അപ്പോൾ ഓക്കെ, നമുക്കിങ്ങനെ കിട്ടി, ഒരു തീറ്റ സ്ക്വയറിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ ലക്ഷ്യം എന്തായിരുന്നു, നമുക്ക് വേണ്ടിയിരുന്നത് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ വരുത്തിക്കലാണ് നമുക്ക് വേണ്ടിയിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് അവിടെ വരുത്തിക്കുക. അപ്പോൾ ഇവിടെ മൈനസ് തീറ്റ സ്ക്വയർ വരണം അല്ലേ. അപ്പം സബ്ട്രാക്റ്റിംഗ് ത്രൂ ഔട്ട് ബൈ തീറ്റ സ്ക്വയർ, എല്ലാത്തിനും തീറ്റ സ്ക്വയർ മൈനസ് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്താ വരിക, പ്രോബബിലിറ്റി ഓഫ്, ഇവിടുന്ന് തീറ്റ സ്ക്വയർ മൈനസ് ചെയ്തപ്പോൾ ഈ ടേം പോയി അല്ലേ. അപ്പോൾ ഇവിടെ ബാക്കി ആപ്സലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ ആപ്സലോൺ ലെസ് ദാൻ, ഇവിടെ എന്ത് വരുന്നു, ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ, ഇവിടെയും തീറ്റ സ്ക്വയർ മൈനസ് ചെയ്തപ്പോൾ ഈ ടേം പോയി, ആപ്സലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സലോൺ ടെൻസ് ടു 1 as n tends to infinity. അപ്പോൾ ഏകദേശം ഒരു ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഒരേപോലത്തെ ടേം, ഒന്ന് മൈനസും ഒന്ന് പ്ലസ് വാങ്ങിച്ചാൽ നമുക്ക് മോഡുലസിലേക്ക് തിരിച്ചു പോകുമായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ മൈനസ് വന്നിട്ടില്ല, ഇവിടെ ആപ്സലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ ആപ്സലോൺ വന്നിട്ടുണ്ട്, ഇവിടെ ആപ്സലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സലോൺ അല്ലേ. പക്ഷെ ഇവിടെ നമ്മളൊരു ചെറിയൊരു പണി നടത്താൻ പോവുകയാണ്. അതായത് നമുക്കറിയാം ആപ്സലോൺ എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറിയ നമ്പറാണ്, ഇറ്റ്സ് എ വെരി സ്മോൾ നമ്പർ അല്ലേ. അപ്പോൾ ആപ്സലോൺ ചെറുതാണെന്ന് വെച്ചാൽ ആപ്സലോൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് അതിലും ചെറിയ നമ്പർ ആയിരിക്കും. അപ്പോൾ 2 ടൈംസ് ആപ്സലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഒരു ചെറിയ സംഖ്യ ആയിരിക്കും അല്ലേ. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പതുക്കെ ഞാൻ ഇവിടെ ഒരു 2, ഇവിടെ മാത്രം ഒരു 2 ആപ്സലോൺ സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. എന്താ ചെയ്യാൻ പോകുന്നത്, 2 ആപ്സലോൺ സ്ക്വയറിനെ ഞാൻ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് ഒരു 2 ആപ്സലോൺ സ്ക്വയറിനെ സബ്ട്രാക്ട് ചെയ്യണം. ഒരു ചെറിയൊരു സംഖ്യ, വളരെ ചെറിയൊരു സംഖ്യയാണ് നമ്മളിവിടുന്ന് സബ്ട്രാക്ട് ചെയ്യണത്. അപ്പോൾ ഇയാൾക്ക് ഒരു മാറ്റവും വരില്ല അല്ലേ. അപ്പോൾ ഞാൻ പതുക്കെ അത് ചെയ്യാൻ പോവാണ്. പ്രോബബിലിറ്റി ഓഫ്, ഇവിടെ മാത്രമാണ് കേട്ടോ, ഈ സൈഡിൽ മാത്രം 2 ആപ്സലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ ആപ്സലോൺ മൈനസ് 2 ആപ്സലോൺ സ്ക്വയർ. അപ്പോൾ അതൊക്കെ അയാളെ മാത്രം അവിടെ മൈനസ് ചെയ്തു. ലെസ് ദാൻ, ബാക്കി ആർക്കും വ്യത്യാസമില്ല, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അതൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുകയാണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്ത് പറ്റിയറിയോ, ആപ്സലോൺ സ്ക്വയർ മൈനസ് 2 ആപ്സലോൺ സ്ക്വയർ മൈനസ് ആപ്സലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ ആപ്സലോൺ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ ആപ്സലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സലോൺ ടെൻസ് ടു 1 ആസ് n tends to infinity. അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സംഖ്യ ഇത് നോക്കിയേ, ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്താൽ എന്താ സംഭവിക്കുക, മൈനസ് ഓഫ് ആപ്സലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സലോൺ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ ആപ്സലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സലോൺ. ഇങ്ങനെ എഴുതിക്കൂടെ, ദിസ് ടെൻസ് ടു 1 ആസ് n tends to infinity അല്ലേ. അപ്പോൾ ഈ ആപ്സലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സലോണിൻ്റെ ഒരു മൈനസും അതിൻ്റെ പ്ലസ്സും ആണ് ഈ രണ്ട് സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ആപ്സലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സലോൺ വിച്ച് ഇസ് എ വെരി സ്മോൾ നമ്പർ, അതിൻ്റെ സ്ഥാനത്ത് ഞാൻ ആപ്സലോൺ 1 എന്ന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ എക്സ്പ്രഷൻ എങ്ങനെയാവും നോക്കാം. പ്രോബബിലിറ്റി ഓഫ് മൈനസ് ഓഫ് ആപ്സലോൺ സ്ക്വയർ മൈനസ് 2 ആപ്സലോണിൻ്റെ സ്ഥാനത്ത് ഞാൻ ആപ്സലോൺ 1 ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ ആപ്സലോൺ 1, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ തന്നെ എഴുതി നോക്കിയാൽ കാണാം, ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് മൈനസ് ആപ്സലോൺ 1, ഇതിന് ഞാൻ ആപ്സലോൺ 1 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ മൈനസ് ആപ്സലോൺ 1 ഉണ്ട്, ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ പ്ലസ് ആപ്സലോൺ 1 ടെൻസ് ടു 1, അങ്ങനെ ആസ് n tends to infinity. ഞാനിവിടെ അടുത്തേക്ക് എഴുതിയെന്നേ ഉള്ളൂ, ടെൻസ് ടു 1 ആസ് n tends to infinity. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരേ സാധനത്തിൻ്റെ മൈനസും പ്ലസ്സും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, അപ്പം -2 ലെസ് ദാൻ x ലെസ് ദാൻ 2,
അതിനെ തിരിച്ച് നമ്മൾ മോഡുലസിലേക്ക് കയറ്റുമ്പോൾ എന്ത് വരും? ദിസ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 2. നമ്മളിത് തിരിച്ചുപയോഗിച്ചതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മോഡുലസിനെ നമ്മൾ മാറ്റിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 2നെ എനിക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു? -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഒരേ സാധനത്തിന് മൈനസും പ്ലസും അപ്പുറത്ത് വന്നാൽ അത് മോഡുലസ് ആക്കി എഴുതാം അല്ലേ? അപ്പോൾ അതേപോലെ ഇവിടെ 2ൻ്റെ സ്ഥാനത്ത് ഇവിടെ ∈1 -∈1 ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ +∈1 വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് മോഡുലസിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. മോഡുലസ് ഓഫ് t² മൈനസ് θ², okay, less than ∈1 tends to 1 as n tends to infinity. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? t²ഉം θ² തമ്മിലുള്ള ഡിസ്റ്റൻസ് ∈1 വിച്ച് ഇസ് അനദർ സ്മോൾ നമ്പർ, അതിനെക്കാട്ടും കുറവാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? വളരെ കൂടുതലാണ്. അത് 1ലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാം? t² is consistent for consistent for θ² എന്ന് എനിക്ക് പറഞ്ഞൂടെ? അപ്പം അങ്ങനെയാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചു. ഇവിടെ ചെറിയൊരു മാറ്റാൻ ആപ്സലോണിൻ്റെ അവിടെ മാത്രം ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വന്നു നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് വരാൻ. അത് വലിയൊരു മാറ്റവും ഇയാൾക്ക് വരുത്തില്ല, കാരണം നമ്മൾ കളിക്കുന്ന വളരെ ചെറിയ സംഖ്യകളുണ്ടായിരുന്നു. അതുകൊണ്ടൊരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഈ കാര്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു t² വാസ് നോട്ട് അൺബയസ്ഡ് ഫോർ θ². t² നമ്മൾ നോക്കിയപ്പം അത് അൺബയസ്ഡ് ആയിരുന്നില്ല. പക്ഷേ എന്താണ്? t² എന്താണ്? ഇറ്റ്സ് കൺസിസ്റ്റന്റ്. t² നോട്ട് അൺബയസ്ഡ് ആയിരുന്നു ഫോർ θ², നോട്ട് അൺബയസ്ഡ് ഫോർ θ², ബട്ട് ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ് ഫോർ θ². അപ്പോൾ ആ കാര്യം നമ്മളൊന്ന് ഓർമ്മിക്കണം. ഓക്കെ.